ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള റാംബൂട്ടാൻ്റെ മരവും അതുപോലെ റാംബൂട്ടാനും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇപ്പോഴാണല്ലോ റാംബൂട്ടാൻ്റെ സീസൺ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ റാംബൂട്ടാൻ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഇതാ കുറേയൊക്കെ നന്നായിട്ട് തന്നെ പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും പറിക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണാൻ വന്നിട്ട് ഫുള്ള് കഴിക്കും കേട്ടോ. നമ്മുടെ മരത്തിൻ്റെ മുകളിലുള്ള റാംബൂട്ടാൻ നമുക്ക് കിട്ടാറില്ല കേട്ടോ, ഒക്കെ അണ്ണാൻ തന്നെയാണ് കൊണ്ടുപോകാറ്. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ താഴെയുള്ളതെങ്കിലും കിട്ടുന്നത്. അങ്ങനെ മരത്തുമ്മൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് അങ്ങനെ കെട്ടി കൊടുക്കാറാണ് കേട്ടോ താഴെയുള്ളതൊക്കെ. എന്നാൽ കുറച്ചെങ്കിലും നമുക്ക് പഴുത്ത് നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഞാനും അമ്മയും വിചാരിച്ചു കുറച്ചെങ്കിലും പഴുത്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് ഇന്ന് തന്നെ പറിക്കാമെന്ന്. അപ്പോൾ നമ്മൾ കെട്ടി വെച്ച ഓരോ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ ഒന്ന് അയച്ചു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റാംബൂട്ടാൻ മരം. അത്യാവശ്യത്തിന് ഹൈറ്റൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ റാംബൂട്ടാൻ്റെ പകുതിയോളം നമ്മുടെ ഈ ഒരു ടെറസിലേക്ക് ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റാംബൂട്ടാൻ പറിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ അധികം മേലെയുള്ളതൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. റാംബൂട്ടാൻ അങ്ങനെ റെഡ് കളറായി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ റാംബൂട്ടാൻ മരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇതാ ഞാനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറിച്ച് തുടങ്ങിയിട്ടുണ്ട്. അമ്മയും ഇങ്ങനെ പറിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ കെട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം ഇങ്ങനെ പഴുത്തതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ റാംബൂട്ടാനൊക്കെ നല്ല ചുവപ്പ് കളറായിട്ടുണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ അണ്ണാൻ കഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തിട്ടില്ല. റാംബൂട്ടാൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ടെറസിൽ മൊത്തം ഇങ്ങനെ ചണ്ടിയൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ. അണ്ണാനിങ്ങനെ കടിച്ചിടുന്നതും അതേപോലെ കുറേ ഇലകളും ഒക്കെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ റാംബൂട്ടാൻ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഇത് നമ്മൾക്ക് പറിക്കാൻ പറ്റുന്ന ഏകദേശം ആയ റാംബൂട്ടാനുകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ അത് നമ്മുടെ താഴെയായി നിൽക്കുന്ന റാംബൂട്ടാനാണ്. ടെറസിനോട് ഇങ്ങനെ തട്ടി നിൽക്കുമായിരുന്നു കേട്ടോ ഇതൊക്കെ. അതൊന്നും നമ്മൾ പറിച്ചിട്ടില്ല. അതൊക്കെ കുറച്ചും കൂടി പഴുക്കും കേട്ടോ, എന്നിട്ട് പറിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മരം. റാംബൂട്ടാൻ ഇതാ കൊലകൊലകളായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കുറേ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. അതിൽ ഇപ്പോൾ ഉറുമാമ്പഴം ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു സീസൺ ഉണ്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ആ മരം ഇതാ ഉണങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇപ്പം എന്തായാലും റാംബൂട്ടാനാണ് കേട്ടോ സ്റ്റാറായി നിൽക്കുന്നത്. ഈ റാംബൂട്ടാൻ മരത്തുമ്പിൽ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നതാണ് എന്ത് രസമാണല്ലേ. അപ്പോൾ അതാ കിട്ടിയ റാംബൂട്ടാനൊക്കെ ഞാനത് ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
ബക്കറ്റിൻ്റെ ഏകദേശം ഒരു പകുതിയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം വളരെ കുറവാണ്. 2 ദിവസം മുന്നേ നമ്മളിങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്കും പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞു പോയത്. നമ്മൾ പറിച്ചിട്ടതിൽ ചിലതൊക്കെ പച്ചയൊക്കെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് ഈ റാംബൂട്ടാനിലതായ യെല്ലോ ഷെയ്ഡായതില്ലേ അങ്ങനത്തെയൊക്കെ കേട്ടോ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ അധികം റെഡായത് എനിക്കങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അത് നല്ല മധുരമായിരിക്കില്ലേ. എനിക്ക് ഏകദേശം കുറച്ചൊരു പുളിയുള്ള ടൈപ്പാണ് ഇഷ്ടം. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഇപ്രാവശ്യം റാംബൂട്ടാൻ പൂത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഉള്ളത് പക്ഷേ ഇങ്ങനത്തെ റാംബൂട്ടാനല്ല, വേറൊരു തരം റാംബൂട്ടാൻ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റ് നോക്കുമ്പം രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റൊക്കെ. നമ്മൾ ഒരു വളവും ഒന്നും ഇടാതെ ഉണ്ടായതാണ് ഈ റാംബൂട്ടാൻ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇത്രയും റാംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാമൻ്റെ അവിടേക്കും തറവാട്ടിക്കൊക്കെ കൊടുക്കണം. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഈ റാംബൂട്ടാൻ. എനിക്കും നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് റാംബൂട്ടാൻ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റാംബൂട്ടാൻ മരത്തിൻ്റെയും റാംബൂട്ടാൻ്റെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.